ആക്ച്വലി ജനനായകൻ ജനുവരിയിൽ പൊങ്കലിന് റിലീസാവേണ്ട ചിത്രമായിരുന്നു. പക്ഷെ ഒരുപാട് പ്രതിസന്ധികൾ താണ്ടി ഇപ്പം എന്താ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും ഇപ്പം വിജയ് സാറ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ ഒരു പടം റിലീസാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം നമുക്കൊരു സെലിബ്രേഷനാണ് മോർ ദാൻ ഒരു ഫിലിം. കാരണം ഇത്രയും നാള് അദ്ദേഹം തന്നിട്ടുള്ളത് സിനിമയിൽ തന്നിട്ടുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ചേർത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ട് തന്നെയാണ് ജനനായകന്റെ റിലീസ്. വലിയ പ്രതീക്ഷയാണെന്ന് തോന്നുന്നു അല്ലെ കേരളത്തിൽ മൊത്തത്തിലുള്ള വിജയ് ഫാൻസ്? തീർച്ചയായും. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈ ആണെന്നുണ്ടെങ്കിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ കേരളവും അതിരാവിലെ 6 മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലായിടത്തും ഹൗസ്ഫുൾ ഷോസ് ആണ്. കാരണം ആ ഒരു FDFS എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം പ്രായഭേദമന്യേ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെ എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഇന്ത്യയിലെ തന്നെ സൂപ്പർ സ്റ്റാറാണ് വിജയ് സാർ. അപ്പോ എല്ലാവരും തിയേറ്ററിലെത്തി അത് ആഘോഷിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും അതിരാവിലെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു സിനിമയിൽ സത്യം പറഞ്ഞാൽ നമുക്കെന്താ പറയാ, ഒരു ലാസ്റ്റ് അദ്ദേഹത്തിനെ ഒന്ന് സ്ക്രീനിൽ കാണുക, അദ്ദേഹത്തിന്റെ ഡാൻസ് ആയിരുന്നാലും പാട്ടായിരുന്നാലും എല്ലാ രീതിയിലുള്ള അഭിനയവും എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം. പിന്നെ എന്താ പറയാ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കാൻ വേണ്ടി ആ കാണുന്നതും കൂടി അതിന് ക്ലാപ്പ് ചെയ്യാനും കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വിജയം കൂടി തിയേറ്ററിൽ ആഘോഷിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പുള്ളിയില്ലാത്ത ഒരു ദിവസമല്ല ന്യൂസിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള തമിഴ്നാടിനെ ഓരോരോ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു അപ്രതീക്ഷിതമായിട്ട് ഹോസ്റ്റലുകളിൽ സഞ്ചരിക്കുന്നു, മറ്റേ ഹോസ്പിറ്റലിൽ പോകുന്നു, അങ്ങനെ പല പല അക്ഷരാർത്ഥത്തിൽ ജനനായകനാണ്. ഇനിയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ജനനായകൻ കണ്ടിട്ട് നമുക്ക് നോക്കാം ഈ പടം എന്തിനാണ് തടഞ്ഞു വെച്ചതെന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവും. എന്തായാലും വൻ വിജയമായിരിക്കും ജനനായകൻ. കുറേ തവണ വെയിറ്റ് ചെയ്ത് ഈ മൂവി വേണ്ടിയിട്ടാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ കുറേ പരിപാടി സെലിബ്രേഷൻ ഉണ്ടാവും. ഇവിടെ സെലിബ്രേഷൻ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ കുറച്ച് ഇതാണ് ആവശ്യമുണ്ട്. പിന്നെ ഈ മൂവിക്ക് 2 years വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ കാർഡ് മുൻപ് ഇത് തലപതി വിജയാണ്, ഇപ്പോൾ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്. എങ്കിൽ തലപതി ഇപ്പോൾ വിജയ് ഇത് ചീഫ് മിനിസ്റ്ററാണ്. സോ ആ ടൈറ്റിൽ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഈ മൂവി വേണ്ടിയിട്ട് കുറേ തവണ വെയിറ്റ് ചെയ്ത് കുറേ റീൽസ് ലീക്കായി, പക്ഷേ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഇതുവരെ. സോ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് ഇത്ര സമയം വെയിറ്റ് ചെയ്ത് അത് കുഴപ്പമില്ല. എങ്കിൽ തലപതി പടമാണ്. സോ ഞങ്ങൾ തിയേറ്ററിൽ കാണാൻ വേണ്ടി. വിജയ് ജനനായകനാണെന്ന് ഓൾറെഡി തെളിയിച്ചാണല്ലോ. പക്ഷെ വിജയ് എന്ന് പറഞ്ഞ ആക്ടറും ഒരു സ്റ്റാറും സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം CM ആണെങ്കിലും ഒരു 1.5 കൊല്ലം കൂടുമ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ ഒരു സിനിമയൊക്കെ ചെയ്യാവുന്നതാണ്. വിജയ് എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ പ്ലസ് ജനങ്ങളുടെ ജനനായകനാണ് റിയൽ ലൈഫിൽ, അല്ലേ? അപ്പൊ ആ വിജയ് കംബാക്ക് അടിക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വിജയ് തീർത്തും പരിപൂർണമായിട്ട് സിനിമയിൽ നിന്ന് വിട്ടു പോകുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്ന വിജയ് തിരിച്ചു വരും എന്നുള്ളൊരു ഇത് തന്നെയാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് മാറി നിൽക്കുന്നത് അതൊരു സേഫ്റ്റി എന്നുള്ള നിലയിലായിരിക്കും. അതാ പറഞ്ഞത്, ഇപ്പൊ 5 കൊല്ലമാണ് ഒരു CMന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആ 5 കൊല്ലത്തില് ഒരു 2 മാസം ഒക്കെ എടുത്ത് നൈസായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക, അത്തരം കണ്ടന്റുകൾ ഉണ്ടോ നോക്കുക. ആരാധകൻ എന്ന നിലയിലുള്ള ഒരു അഭിപ്രായം മാത്രമാണ്. ആരാധകനല്ല, ഒരു സിനിമാ പ്രേമി എന്ന ലെവലാണ്. മറ്റു ജനങ്ങളൊക്കെ ആ തരത്തിലാണ് പറയുന്നത്. പിന്നെ വിജയ് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എന്തായാലും തമിഴ്നാട്ടിലെ വിജയ്ക്കെതിരെ ആര് നിൽക്കുന്നു നമുക്ക് തോന്നുന്നില്ല. വിജയ് എന്തായാലും അതിനുള്ള വേറെ ആളുകളെ അവിടെ അഡ്മിനിസ്ട്രേഷൻ ആൾക്കാരെ വെക്കുമല്ലോ എന്തായാലും. അപ്പം വിജയ് അഭിനയിക്കട്ടെ എന്നാണ് പറയുന്നത്. வெயிட்டிங் ஃபார் மோர் தென் 7 months. அந்த கிரேஸ், அந்த செலிப்ரேஷனை என்னால் கட்டுப்படுத்த முடியல. நான் தமிழ்நாட்டில் இருந்தேன். இப்போ 6 AM ஷோ இங்கே தான் கேரளாவில் தான் இருக்குது அப்படிங்கிறதுனால இங்கே வந்துட்டேன். இப்போ வெயிட்டிங் ஜஸ்ட் 5 minutes மோர். ஆமாம், ஹார்ட் கோர். He's actually same. Even in screen, his presence is swag. Even in assembly, his presence is in fire. So character-wise, both are same. സാറിനെ പറഞ്ഞാൽ വലിയൊരു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുള്ള സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ എങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലും അത് തിയേറ്ററിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫേസ് ഏതെങ്കിലും തിയേറ്ററിൽ ഈ പടം ഇറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ പുള്ളിങ് എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എന്തായാലും ഈ പടം പോയി എക്സ്പീരിയൻസ് ചെയ്ത് 110% ഉറപ്പാണ്. കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, കാരണം അദ്ദേഹം എന്നുള്ള ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിനുള്ള ഒരു പക്ഷേ മനുഷ്യനെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. അതിപ്പോൾ അത് CM ആയപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു പടം. ഞാൻ കുറെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് പടങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്തൊരു അവസാന ഒരു പടം നമുക്ക് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ്.
ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിനൊക്കെയുള്ള ഇനി പടം ചെയ്യട്ടെ എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തൊക്കെ ഇനി സിനിമകൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രി ആണെങ്കിലും മലയാളം ഇൻഡസ്ട്രി ആണെങ്കിലും ഒരുപാട് ഗുണം ചെയ്യും. കാരണം തിയേറ്റർ റിലീസാണെങ്കിൽ തന്നെ ആണെങ്കിലും ഒരുപാട് ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരുപാട് മേഖലകളുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു ഗുണം ചെയ്യുള്ളൂ. അദ്ദേഹം സിനിമ ചെയ്യട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. ഇല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നത് സിനിമയായിട്ട് തന്നെ കാണുന്ന ഒരാളായി തോന്നുന്നു. രാഷ്ട്രീയമായിട്ട് തന്നെ കാണാം. ഇത് അങ്ങനെ പറയാൻ പറ്റില്ല എന്തായാലും. അങ്ങനെ അദ്ദേഹം ആരെങ്കിലും പേടിക്കണ ഒരു സംഭവമൊന്നുമല്ല. വളരെ ഫോർവേഡായിട്ട് പോകുന്ന ഒരാളല്ലേ. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമല്ല എന്നുള്ളതാണ് എന്റെ സംഭവം. എന്തായാലും വിജയ് എന്നുള്ള അതേ ഒരു ആക്ടർക്ക് കേരളത്തിൽ അദ്ദേഹത്തിനുള്ള ആരാധകർ ചില്ലറല്ല. കാരണം അയാൾ ട്രിവാൻഡ്രമൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടാണ് ആ യൂണിറ്റ് ബസ്സിലൊക്കെ കയറിയിട്ട്. കാരണം അതുപോലെ ഇവിടുത്തെ വലിയ താരങ്ങൾ പോലും ചിലപ്പോൾ കയറാൻ മടിയായിരിക്കും. അദ്ദേഹം അതിന്റെ മുകളിലൊക്കെ കയറിയിട്ട് അത്രയും ആരാധകർക്ക് വന്നവർക്കൊക്കെ അദ്ദേഹം കൈകൊണ്ടും മറ്റേ സ്നേഹം കാണിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന് എത്ര ആളുകൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. ആ വലിയ പൊസിഷനിൽ ഉണ്ടായിട്ടും ആള് താഴെ കിടക്കുന്ന ആളുകളെ അദ്ദേഹം പരിഗണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പോലത്തെ ചെറിയ കലാകാരന്മാരൊക്കെ ഇദ്ദേഹത്തിന്റെ പടങ്ങൾ വരുമ്പോൾ കാണാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ വരുന്നത്. ഇനി സിനിമകൾ ചെയ്യട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. അതുകൊണ്ട് സംഭവിക്കട്ടെ എന്നുള്ളത്.